അപ്പോ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് ശരിയല്ല. നട്ടപ്പാതിരിക്ക് ഒറ്റയ്ക്ക് അവൾ ഗൗതമിൻ്റെ ഹിസ്റ്ററി കണ്ടുപിടിക്കാൻ പോയിരിക്കുന്നു. അപ്പോ നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഗൗതം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. നിനക്കൊരു അഹങ്കാരമുണ്ട്. നീ വിചാരിക്കുന്നത് എന്തും നടക്കുന്നു. ഇത് അബ്രോഡല്ല തോന്നുമ്പോൾ രാത്രി ഇറങ്ങി നടക്കാൻ. രവി, നിർത്ത്. അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ ഹിസ്റ്ററി കണ്ടുപിടിക്കാൻ തന്നെയാണ് ഞാൻ അയാളെ ഫോളോ ചെയ്തത്. എനിക്കറിയണമായിരുന്നു അഡ്വക്കേറ്റ് ഗൗതം വർമ്മ ആരൊക്കെ കാണുന്നു, എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന്. അല്ല, നിനക്ക് എവിടെയാ ടൈം? എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നിനക്ക് ടൈം ഇല്ലല്ലോ. ഏത് നേരം നോക്കിയാലും അവൻ്റെ ഒരു ജോലി തിരക്ക്. അതെ, ജോലി തിരക്കാ. ദേ ഇപ്പോഴും ജോലി തിരക്കാ. ആ തിരക്കിൻ്റെ ഇടയിലാ നിന്നെ കാണാൻ ഞാൻ വന്നിരിക്കുന്നത്. ശരി, അതൊക്കെ വിട്. ഇനി നിനക്ക് ഗൗതമിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നിന്റെ കൂടെ ഈ മിഷനിൽ ഇനി ഞാനും ഉണ്ടാവും. യെസ്. പിന്നെ ഇനി ഒരിക്കലും രാത്രി ഒറ്റയ്ക്ക് നീ പുറത്തിറങ്ങരുത്. മദ്യത്തിൻ്റെ ലഹരിയുടെയും പ്രാന്ത് തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരു കൂട്ടം മനുഷ്യർക്കിടയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇങ്ങനെ എത്ര കേസുകളാണ് ഒരു ദിവസം കോർട്ടിൽ വാദിക്കപ്പെടുന്നതെന്ന് നിനക്കറിയോ? ന്യൂസിലും സോഷ്യൽ മീഡിയയിലും വായിക്കുമ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ. ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണല്ലോ. സ്വന്തം വീട്ടിലോ കുടുംബത്തിലോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ തീവ്രത നമുക്ക് ബോധ്യപ്പെടുന്നത്. രവി, എനിക്ക് മനസ്സിലായി. ഐ എം സോറി. ഇനി ഞാൻ ഒറ്റയ്ക്കൊരിക്കലും രാത്രി പുറത്തിറങ്ങില്ല. ഐ പ്രോമിസ്. ഇപ്പോൾ ഗൗതമിൻ്റെ ക്യാബിനിലേക്ക് ആദ്യമായിട്ട് ദീപക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള ഒരു ഡൗട്ട് ഞാൻ നീയായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ നിൻ്റെ വായി നീ സത്യം ഒരിക്കലും നീ എന്നോട് പറയാൻ പോകുന്നില്ലല്ലോ. എന്നാലും ആ ടൈമിൽ ഗൗതം എത്തിയില്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഇത്ര റിസ്ക് എടുത്ത് അന്ന് ഗൗതമിനെ ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ല. എന്നെ കുറ്റപ്പെടുത്തുന്നതിനിടയിൽ ആ അപ്ഡേറ്റ് ചോദിക്കാൻ നീ മറന്നു. ഓൾമോസ്റ്റ്. ബട്ട് അതിൻ്റെ ഇടയിലാ ആ രണ്ട് ചെക്കന്മാർ കയറി വന്നൊക്കെ കോളാക്കിയത്. അല്ല, നീ കാര്യം പറ. നീ എന്താ കണ്ടുപിടിച്ചേ? രവി, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അന്ന് ആ ദിവസം ബാറിൽ അഡ്വക്കേറ്റ് ഗൗതം വർമ്മ ഒറ്റയ്ക്കായിരുന്നില്ല. കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു. വാട്ട്? പെണ്ണോ? ഏത് പെണ്ണ്? എനിക്കറിയില്ല. ഏകദേശം ഒരു 26 ഏജ് ഒക്കെ ഉണ്ടാവും. അവർ കാര്യമായിട്ട് എന്തോ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കേൾക്കാൻ പറ്റിയില്ല. അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ കൂടെ അല്ല പെണ്ണ് വന്നത്. അയാൾക്ക് വേണ്ടി അവിടെ ആ പെണ്ണ് വെയിറ്റ് ചെയ്യായിരുന്നു. ആരാ പെണ്ണ്? ആ ചോദ്യത്തിന് ഒരു ആൻസർ അന്ന് തന്നെ ഞാൻ കണ്ടുപിടിക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ ആ ചെക്കന്മാർ വന്നൊക്കെ കോളാക്കിയില്ലേ. പിന്നെ ഞാൻ ആ പെണ്ണിനെ കണ്ടില്ല. രവി, ഐ തിങ്ക് അതിന് അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ ഗേൾ ഫ്രണ്ട് എങ്ങാനായിരിക്കോ? ഒന്ന് പോടി. ഗേൾ ഫ്രണ്ടോ? അവനോ? നോ വേ. ചിലപ്പോൾ ആ പെണ്ണവൻ്റെ വൺ നൈറ്റ് സ്റ്റാൻഡ് എങ്ങനെ ആയിരിക്കും. ഗേൾ ഫ്രണ്ട് ആവാനും നോ വേ. അങ്ങനൊരു ചാൻസ് ഞാൻ കാണുന്നില്ല, അതും ഗൗതമിന്. അല്ല, നിനക്കെന്തത്ര പുച്ഛം? അഡ്വക്കേറ്റ് ഗൗതം വർമ്മയ്ക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിക്കൂടെ? ഒരു പെണ്ണിനെ അട്രാക്ട് ചെയ്യുന്ന എല്ലാ ക്വാളിറ്റീസും അയാളിലുണ്ട്. ആരും മയങ്ങും. എടി പൊട്ടി, നീ കാണുന്നതിന് മുന്നേ രവി അഡ്വക്കേറ്റ് ഗൗതം വർമ്മയെ കണ്ടു തുടങ്ങിയതാ. നീ പറഞ്ഞതുപോലെ എല്ലാ ക്വാളിറ്റീസൊന്നും അവനില്ല. ഒരു പ്രണയത്തിൽ പരസ്പരം ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. അതവനില്ലാന്ന് എനിക്ക് കണ്ണടച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് ഉറപ്പ് തരാം, ആ പെണ്ണ് അവൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല. മേ ബി ജസ്റ്റ് എ ഫ്രണ്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ്. ദാറ്റ്സ് ഇറ്റ്. നീ കാട് കയറി ചിന്തിക്കണ്ട. രവി, നമുക്ക് കണ്ടുപിടിക്കണം. അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ ജീവിതത്തിൽ ആ പെണ്ണിന് എന്താ പ്രാധാന്യം നമുക്ക് കണ്ടുപിടിക്കണം. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇറ്റ്സ് ഈസി. അല്ലപ്പോ ഞാൻ നിന്നോടൊരു ഡൗട്ട് ചോദിക്കട്ടെ? ഈ ഗൗതമിനെ കുറിച്ച് അറിഞ്ഞിട്ട് നിനക്കെന്തിനാ? അല്ല, അവനെക്കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്യാൻ മാത്രം എന്താ നിന്റെ ഉദ്ദേശം? അതിന് പിന്നിലൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ആവശ്യമുണ്ട് രവി. ഞാൻ പറഞ്ഞില്ലേ അഡ്വക്കേറ്റ് ഗൗതം വർമ്മ ഓർഫനേജിന് വേണ്ടി ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച്. അത് മാത്രമല്ല, അവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം അദ്ദേഹം എങ്ങനെയാണ് പരിചരിക്കുന്നതെന്ന് ഞാൻ നേരിട്ട് കണ്ടതാ. അദ്ദേഹം അങ്ങനെ ചിരിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തൊക്കെയോ മനഃപൂർവ്വം അദ്ദേഹം മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ. പിന്നെ മനസ്സിലൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഞാൻ ഊഹിക്കുന്നത് പോലെയാണെങ്കിൽ ഹീസ് പെർഫെക്റ്റ് മാച്ച് ഫോർ മൈ ബ്രദർ.
അവരെ ഒന്നിപ്പിക്കണമെന്ന് ഒരാഗ്രഹം. അപ്പൂ എന്താ പറയാ, നന്നായിണ്ട്. ചെറിയ ആഗ്രഹ അല്ല, അവരുടെ രണ്ടുപേരുടെയും മനസ്സറിഞ്ഞിട്ട് പോലെ നിന്റെ ഈ സ്വപ്നം കാണണെല്ലാം. ഗൗതം ഒരു ഗേ ആണെന്ന് നിനക്ക് തോന്നിയോ? ഇത്രയും വർഷം അവൻ്റെ കൂടെ ഉണ്ടായിട്ട് അങ്ങനെയൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. രവി, നീയല്ലേ പറഞ്ഞിട്ടുള്ളത് അഡ്വക്കേറ്റ് ഗൗതം വർമ്മ ഇതുവരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നേരെ ചൊവ്വ നോക്കിയിട്ടില്ലെന്ന്? അതെ, ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അവന് ബോയ്സിനോട് അട്രാക്ഷൻ ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ശരി, അത് വിട്. എനിവേ, ഫസ്റ്റ് ഗൗതമിന് നിന്റെ ഏട്ടനോട് എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടോ എന്ന് അറിയണ്ടേ? ദീപകിനെ കുറിച്ച് ചിന്തിക്കണ്ട. നീ പറഞ്ഞാൽ ചിലപ്പോൾ അവൻ കേൾക്കുമായിരിക്കും. നിന്റെ സന്തോഷത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ ജീവിതത്തിലേക്ക് വരാൻ ദീപകിനൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുമാത്രമല്ല, നിന്റെ ഏട്ടൻ ഗേ ആണെന്ന് നീ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് അവനൊരു പ്രണയം ഉണ്ടായിരുന്നെന്നും അവനാരോ ചതിച്ചുവെന്നും നീ എന്നോട് സൂചിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൂ, നിന്നെ ഡിസപ്പോയിൻ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, എങ്കിലും 100% ഉറപ്പുള്ള ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ഇനി നിന്റെ ഏട്ടൻ അഡ്വക്കേറ്റ് ദീപക് ലാലിന് എന്തെങ്കിലും ഫീലിംഗ് ഗൗതമിനോട് തോന്നിയാലും തിരിച്ച് ഗൗതമിന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമെന്ന് നീ വിചാരിക്കണ്ട. നടക്കാൻ പോകുന്നില്ല. രവി, മുൻകൂട്ടി നമുക്കങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ കാര്യം എൻ്റെ ഏട്ടൻ അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ ക്യാബിനിൽ പോയി ഒരു താങ്ക് യു ഒക്കെ പറയുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല, നീയും വിചാരിച്ചിട്ടില്ല. അതൊക്കെ നടന്നില്ലേ? എങ്കിൽ ഇത് നടക്കാനാണോ പ്രയാസം? കാത്തിരിക്കാം, എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതല്ല. നമ്മുടെ മുന്നിൽ വേറൊരു കാര്യമുണ്ട്. നീ ഇറ്റ്സ് ഈസി എന്ന് പറഞ്ഞ് വെറുതെ തള്ളിക്കളഞ്ഞില്ലേ ഒരു പെണ്ണിന്റെ കാര്യം? ആ പെണ്ണ് ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതിന് നിന്റെ ഹെൽപ്പ് എനിക്ക് വേണം. അല്ല, ഈ മിഷനിൽ നീ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ളതാണേ. അതെ, അഡ്വക്കേറ്റ് രവികുമാറിന് ഒരു വാക്കേ ഉള്ളൂ, കൂടെ ഉണ്ടാവും പറഞ്ഞ കൂടെ ഉണ്ടാവും. ആ പെണ്ണാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. What's up my gang? Welcome to hood. Pune chirip kara dekho wonder dude. Mego gangs and their enemies reveal chirba you. Every young watch the hood will have you all on the mood. What's up my gang? Welcome to hood. Pune chirip kara dekho wonder dude. Mego gangs and their enemies reveal chirba you. Every chirip kara dekho wonder dude. Mego gangs and their enemies reveal chirba you. Every young watch the hood will have you all on the mood. സാറാ, ഞാൻ പറഞ്ഞ കാര്യം എനി അപ്ഡേറ്റ്? ഗൗതം, നീ ഇങ്ങനെ തിരക്ക് കൂട്ടല്ലേ. ഈ സാർ ഒരു കാര്യമായിട്ടാ അത് ഏറ്റതാണ്. ഇതാ നിനക്ക് വേണ്ട ഫയൽ. എല്ലാ അപ്ഡേറ്റ്സും ഈ ഫയലുണ്ട്. പിന്നെ കഥയിലെ വില്ലന്റെ ഫ്ലാഷ് ബാക്ക് തേടി പോയപ്പോ കിട്ടിയത് ഒരു ഹീറോയുടെ ജനനത്തെ കുറിച്ചായിരുന്നു. അലക്സ് സാമുവൽ. മുംബൈയിലായിരുന്നു ജനനം. അച്ഛൻ ഒരു ലോറി ഡ്രൈവർ, അമ്മ ഒരു ഹൗസ് വൈഫ്. കുടുംബത്തിലെ പട്ടിണി, ദാരിദ്ര്യം അവനിലെ പണത്തിന്റെ വില മനസ്സിലാക്കി കൊടുക്കുന്നു. പണത്തിനോടുള്ള ആർത്തി, എങ്ങനെയെങ്കിലും കോടീശ്വരനാവണം. അതിനുവേണ്ടി ആരെയും കൊല്ലാൻ അവന് മടിയില്ല. അങ്ങനെ യുവത്വത്തിൻ്റെ തളപ്പിൽ അവൻ എങ്ങനെയോ ഒരു ബിസിനസ്സുകാരൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. ആ ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ്റെ വിശ്വാസത്തെ മുതലെടുത്ത് അവനെ കൂടെ നിർത്തി ആവശ്യത്തിന് പണം കൊടുത്ത് അവനെ അടിമയാക്കി. ബിസിനസ്സുകാരൻ ആരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് നെക്സ്റ്റ് ട്വിസ്റ്റ്. മിസ്റ്റർ ദേവ തൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിന് വേണ്ടി ഒരു 2 months ബിഫോർ സൊസൈറ്റിയിൽ ഇറങ്ങി. ജനങ്ങൾക്ക് മുന്നിൽ അവരുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമായി എത്തുന്ന നമ്പർ 1 പൊളിറ്റിക്കൽ മെമ്പർ. ദേവയ്ക്ക് വേണ്ടി അലക്സ് പലരെയും കൊന്നടക്കി, പലരെയും ചതിച്ച് കോടികൾ സ്വന്തമാക്കി. ഇന്ന് ദേവ മരിക്കാൻ പറഞ്ഞ അവനൊരു മടിയില്ലാതെ മരിക്കാനും തയ്യാറാണ്. ബേസിക്കലി ദേവയുടെ അടിമയാണ് അലക്സ് സാമുവൽ എന്ന് തന്നെ പറയാം. ഗൗതം, ഇത് ആദ്യമായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് അന്വേഷിക്കാൻ നീ എന്നോട് പറയുന്നത്. ഇതിനു മുമ്പ് നീ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴല്ലാതെ നിനക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ആരെങ്കിലും ഒരാളെ കുറിച്ച് അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. പക്ഷേ അവരിൽ പലരും നിന്റെ എതിർഭാഗം കക്ഷികളായിരുന്നു. എന്നാ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നീ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ബിക്കോസ് ഇത് നിന്റെ സ്വന്തം കക്ഷിയാണ്, അലക്സ് സാമുവൽ. അലക്സ് സാമുവലിനെ കുറിച്ച് നിനക്ക് എന്തിനാ അറിഞ്ഞിട്ട്? സാറാ, അലക്സ് സാമുവൽ എൻ്റെ കക്ഷിയല്ലേ. എൻ്റെ കക്ഷിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കണ്ടേ, എസ്പെഷ്യലി ഹിസ് പാസ്റ്റ്.
ഓക്കേ, സമ്മതിച്ചു. ഒന്നിനെ കുറിച്ച് നിന്നോട് അനാവശ്യമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. എങ്കിലും ചോദിക്കണമല്ലോ. ശരി, നീ നിന്റെ കക്ഷിയെ കുറിച്ച് അന്വേഷിച്ചു ഇരിക്കട്ടെ. എന്നാ നീ എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞത് നിന്റെ കക്ഷിയെ കുറിച്ച് മാത്രമല്ല, നിന്റെ എതിർഭാഗം വക്കീൽ അഡ്വക്കേറ്റ് ദീപക്ലാലിനെ കുറിച്ചാണ്. എസ്പെഷ്യലി അലക്സ് സാമുവലും നിന്റെ എതിർഭാഗം വക്കീൽ അഡ്വക്കേറ്റ് ദീപക്ലാലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. വൈ? സാറാ, ശരി, വിട്ടുകളയാം. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ കഷ്ടപ്പെട്ട് പറയണ്ട. നലിച്ചു നീട്ടുന്നില്ല. അഡ്വക്കേറ്റ് ദീപക്ലാലിന്റെ പപ്പ എങ്ങനെയോ ദേവയുടെ ടാർഗറ്റായിരുന്നു. അതിനുവേണ്ടി ദേവ കണ്ടുപിടിച്ച ഏക വഴിയായിരുന്നു അലക്സ് സാമുവലിന് ദീപകിനോടുള്ള പ്രണയം. ഈ ദീപക്ലാലിന്റെ പപ്പ വളരെ കണ്ണിങ് ആയിരുന്നു. അങ്ങനെ ആരും അടുത്ത് വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛനെ കയ്യിലെടുക്കാൻ മകനോടുള്ള പ്രണയം അവർ മുതലാക്കി. അഡ്വക്കേറ്റ് ദീപക്ലാലിന്റെ പപ്പേനെ കൊന്നത് അലക്സ് സാമുവലാണ്. ഇതിനെല്ലാം പിന്നിൽ ദേവയുടെ ബുദ്ധിയും. എന്നാൽ അവരുടെ പ്ലാൻ സക്സസ് ആയിട്ടും അലക്സ് സാമുവൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. റീസൺ ദീപക്ലാൽ. കളി കാര്യമായിപ്പോയി. ദീപക്ലാലിന്റെ മുന്നിൽ അലക്സ് സാമുവലിന്റെ പണത്തോടുള്ള ആർത്തി ഇല്ലാതായി. എന്നാൽ ദേവയോടുള്ള സൗഹൃദം നഷ്ടപ്പെടുത്താനും അവൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ദേവയ്ക്ക് വേണ്ടി അവൻ പഴയ ജീവിതത്തിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം. എങ്കിലും പൂർണ്ണമായിട്ട് അവൻ്റെ മനസ്സിൽ നിന്ന് ദീപക്ലാൽ പോയിട്ടില്ല. അന്വേഷിച്ചപ്പോൾ നിസ്സാരമല്ല, അവരുടെ പ്രണയത്തിന് അത്ര ശക്തി ഉണ്ടായിരുന്നു. അലക്സ് സാമുവൽ വാസ് മാഡ്ലി ലവ് വിത്ത് ഹിം. സോറി, ഒരു കറക്ഷൻ ഉണ്ട്. വാസ് അല്ല, ഹീസ്. ഐ തിങ്ക് ആ പ്രണയം എപ്പോഴും ഉണ്ട് അലക്സ് സാമുവലിൻ്റെ ഉള്ളിൽ. ഗൗതം, അഡ്വക്കേറ്റ് ദീപക്ലാൽ ഈ കേസ് ഒരു നിസ്സാര കേസേയല്ല. അവൻ്റെ പപ്പേനെയും മമ്മേനെയും കൊന്നവനാ എതിർപ്പാകാൻ നിൽക്കുന്നേ. ഈ കേസ് ജയിക്കാൻ നീ കുറച്ച് കഷ്ടപ്പെടും. സാറാ, താങ്ക് യു ഫോർ ദ അപ്ഡേറ്റ്സ്. പിന്നെ ഗൗതം, 2 മാസത്തേക്ക് ആരെയും കുറിച്ച് അന്വേഷിക്കാനോട് പറയല്ലേ. നിനക്കറിയാലോ, അല്ല CBI ഓഫീസർ. നീ എന്നെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ നോ പറയാൻ എനിക്ക് പറ്റില്ല. 2 മാസത്തേക്ക് വേറെ ആരെയും കുറിച്ച് അന്വേഷിക്കാനോട് പറയല്ല കേട്ടോ. ഒരുപാട് പെൻഡിങ് വർക്ക്സ് ഉണ്ട്, അതിൻ്റെ പിന്നാലെ ആയിരിക്കും. പിന്നെ ഞാൻ നാട്ടിലുണ്ടാവില്ല, UK പോവാണ് ഒരു കേസിൻ്റെ ഭാഗമായിട്ട്. സോ ബെസ്റ്റ് വിഷസ് ഗൗതം. ഈ കേസിൽ നീതി വിജയിക്കും. മൈ ലോർഡ്, കേസ് നമ്പർ 41. എൻ്റെ കക്ഷിയും AD പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ CEO മിസ്റ്റർ അലക്സ് സാമുവലിനെതിരെയായ റേപ്പ് അറ്റംപ്റ്റ് കേസ്, അതേ കമ്പനിയിലെ ജീവനക്കാരി മിസ് ലയയുടെ ഫേക്ക് റിപ്പോർട്ട് കേസ്. സർ, ആസ് പെർ സെക്കൻഡ് ഹിയറിംഗ്, കോടതിയുടെ ഉത്തരവ് പ്രകാരം നടത്തിയ നുണപരിശോധനയിൽ മിസ്റ്റർ ജയകുമാർ കോടതിയിൽ നൽകിയ മൊഴികളെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. സർ, പിന്നെ മിസ് ലയ ചൂണ്ടിക്കാണിച്ച പോയിന്റ്സ്, അതായത് AD പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ CCTV ഫൂട്ടേജ് പരിശോധനയിൽ കണ്ടെത്തിയ പോയിന്റ്സ്, 1 മന്ത് മുമ്പ് റിസൈൻ ചെയ്തു പോയെന്ന് മിസ് ലയ പറഞ്ഞ മിസ്റ്റർ അജിത്ത് എന്ന ജീവനക്കാരൻ്റെ ദൃശ്യങ്ങൾ CCTVയിൽ റെക്കോർഡായത്. മിസ്റ്റർ അജിത്ത് ഇപ്പോഴാ കമ്പനിയിലെ ജീവനക്കാരനാണ് മൈ ലോർഡ്. അതിനുവേണ്ട എവിഡൻസ് എല്ലാം കോടതിക്ക് മുൻപിൽ ഹാജരാക്കിയിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കണം, ഇതെല്ലാം തെറ്റാണ്. അജിത് സാർ കമ്പനിയിൽ നിന്ന് പോയിട്ട് 2 months ആയി. പിന്നെ എങ്ങനെ ഇപ്പോഴും ആ കമ്പനിയിലെ ജീവനക്കാരനാണെന്ന് പറയാൻ പറ്റും? സർ പ്ലീസ്, ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ ഫേക്കാണ്. മിസ് ലയ, കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയ റിപ്പോർട്ടിൽ താൻ പറഞ്ഞതുപോലെ അല്ലല്ലോ. ഹീസ് ജോയിനിങ് റിപ്പോർട്ട് എന്ന് ജോയിൻ ചെയ്തു. ഹീ സ്റ്റിൽ വർക്കിംഗ് ദർ. സർ, അങ്ങക്ക് മുന്നിൽ ഹാജരാക്കിയ റെക്കോർഡ്സ് പരിശോധനയിൽ നിന്ന് മിസ് ലയയുടെ പ്രസ്താവനകളെല്ലാം തെറ്റാണെന്ന് ബോധ്യമായിട്ടുണ്ട്. മൈ ലോർഡ്,
തെറ്റായ വിവരങ്ങൾ കോടതിയിൽ നൽകി AD പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ ജീവനക്കാരെയും ഈ കേസിൽ അനാവശ്യമായി കൊണ്ടുവരാനാണ് മിസ് ലയ ശ്രമിക്കുന്നത്. മൈലോട്ട്, അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോവാതെ ഈ കേസ് ഇവിടെ ക്ലോസ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. മിസ് ലയ കോടതിയിൽ തെറ്റായ മൊഴികൾ നൽകി കോടതിയെ ആശയക്കുഴപ്പത്തിലാക്കാനാണ് ശ്രമിക്കുന്നത്. മൈലോട്ട്, ചിലർ അവരുടെ വ്യക്തിവൈരാഗ്യങ്ങളെ ഈ കേസിൽ ഉൾപ്പെടുത്തുന്നതായി നിസ്സംശയം തന്നെ പറയാം. സർ, പണത്തിന്റെ സാന്നിധ്യത്തിൽ സത്യത്തെ മറച്ചു വെക്കാൻ ആർക്കും സാധിക്കും. ഈ ജയകുമാർ എന്ന വ്യക്തി എന്റെ അച്ഛന്റെ സുഹൃത്തായിരുന്നു. ശരിയാണ്, ഞങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്, പണം കടം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ മകന്റെ മരണകാരണം ഞാനാവുന്നില്ല. അതൊരു ആത്മഹത്യയായിരുന്നു. ഇവിടെ ഞാൻ നിരപരാധിയാണ്, എന്നെ വിശ്വസിക്കണം. മിസ് ലയ, കോടതിയിൽ വേണ്ടത് എവിഡൻസ് ആണ്. ഇവിടെ പ്രതികളെന്ന് ആരോപിക്കുന്നവർ എല്ലാവരും പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ പറയുന്നത് അവരെല്ലാം നിരപരാധികളാണെന്നാണ്. എന്നാൽ എല്ലാവർക്കും ഒരേ കുറ്റകൃത്യത്തിൽ ഏർപ്പെടാൻ അവരുടേതായ ന്യായങ്ങളുമുണ്ട്. അതൊന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ കോടതിക്ക് സാധിക്കില്ലല്ലോ. അതിനാണ് ഞങ്ങളെപ്പോലെ കുറച്ചു പേർ ഇവിടെ അഭിഭാഷകരായിട്ടിരിക്കുന്നത്. അഭിഭാഷകരുടെ ജോലി കുറ്റത്തിൽ ഏർപ്പെട്ടവരെ കണ്ടുപിടിക്കുക എന്നതാണ്, അല്ലാതെ നിരപരാധികളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. മിസ് ലയ, അഭിഭാഷകന്റെ ജോലി താൻ എന്നെ പഠിപ്പിക്കണ്ട. അതെനിക്ക് നന്നായി അറിയാം. ഒബ്ജക്ഷൻ മൈലോട്ട്, എൻ്റെ കക്ഷി മിസ് ലയെ മാനസിക സമ്മർദ്ദത്തിലാക്കാനാണ് അഡ്വക്കേറ്റ് ഗൗതം വർമ്മ ശ്രമിക്കുന്നത്. മൈലോട്ട്, ചെയ്യാത്ത കുറ്റം ആർക്ക് നേരെ ആരോപിക്കപ്പെട്ടാലും അവർക്ക് സ്വയം നിരപരാധിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദേ ക്യാൻ റൈസ് ദെയർ വോയിസ് എവിടെയാണെങ്കിലും. ആസ് പെർ സെക്കൻഡ് ഹിയറിംഗ്, എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ഗൗതം വർമ്മ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയ ഇമ്പോർട്ടൻറ്റ് വിറ്റ്നസ് മിസ്റ്റർ ജയകുമാർ. മിസ്റ്റർ ജയകുമാറിൻ്റെ ഏക മകൻ്റെ മരണം ആത്മഹത്യയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. മൈലോട്ട്, എൻ്റെ കക്ഷി മിസ് ലയയുടെ ഭീഷണി കാരണമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് മിസ്റ്റർ ജയകുമാറിൻ്റെ വാദം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയ സീനിയർ ഡോക്ടറിൻ്റെ മൊഴിയിൽ നിന്ന് മിസ്റ്റർ ജയകുമാറിൻ്റെ മകൻ പൂർണ്ണമായും ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട്. സ്യൂസൈഡിന് തൊട്ട് മുമ്പ് വരെ ഹി യൂസ്ഡ് ഡ്രഗ്സ്. അതുമാത്രമല്ല, ഡ്രഗ് അഡിക്ഷന് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്ത ഡോക്ടറിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും കോൺടാക്ട് ഡീറ്റെയിൽസും മെഡിക്കൽ റിപ്പോർട്ട്സും ഞാൻ കോടതിക്ക് മുമ്പ് ഹാജരാക്കിയിട്ടുണ്ട്. സർ, യു ക്യാൻ ചെക്ക് ഇറ്റ്. അഡ്വക്കേറ്റ് ഗൗതം വർമ്മ, അഡ്വക്കേറ്റ് ദീപക് ലാൽ സബ്മിറ്റ് ചെയ്ത ഈ ഫയലിൽ നിന്നും മിസ്റ്റർ ജയകുമാറിന്റെ വാദം തെറ്റാണെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. മിസ്റ്റർ ജയകുമാറിന്റെ മകൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് മെഡിക്കൽ റിപ്പോർട്ട്സിൽ പറയുന്നുണ്ട്. ഡ്രഗ് അഡിക്റ്റ് ആയ ഒരാളുടെ ആത്മഹത്യയിൽ ഒരിക്കലും മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. കേസിൽ തെറ്റായ മൊഴി നൽകിയതിന് മിസ്റ്റർ ജയകുമാറിന് IPC സെക്ഷൻ 193 പ്രകാരമുള്ള ശിക്ഷ കോടതി വിധിക്കുന്നു. AD പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി CEO മിസ്റ്റർ അലക്സ് സാമുവലിനെതിരെയുള്ള റീ പാറ്റേൺ കേസിൽ മിസ് ലൈക്ക് വേണ്ടത്ര എവിഡൻസുകൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ കേസ് അടുത്ത മാസത്തേക്ക് മാറ്റിവെച്ചതായി അറിയിച്ചുകൊള്ളുന്നു. ഗൗതം, ഫോർ യുവർ ഇൻഫർമേഷൻ, മിസ് ലയയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ കേസ് ഞാൻ വാദിക്കുന്നത്. നീ വാദത്തിനിടയിൽ സൂചിപ്പിച്ചതുപോലെ എൻ്റെ മുൻ വൈരാഗ്യങ്ങളെ ഞാൻ ഈ കേസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാനും അലക്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നീ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നേരത്തെ എനിക്ക് ബോധ്യമായി. അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്നാ എൻ്റെ പാസ്റ്റ് ലൈഫ് മുൻനിർത്തി ഈ കേസ് ഒതുക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ നിനക്ക് തെറ്റി. എൻ്റെ ഹിസ്റ്ററി ആരറിഞ്ഞാലും എനിക്കത് വിഷയമല്ല. പ്രണയിച്ചതും ആ പ്രണയത്തിൽ അനുഭവിച്ചറിഞ്ഞ സന്തോഷങ്ങളൊന്നും തെറ്റായിരുന്നില്ല. തെറ്റിപ്പോയത് ഞാൻ പ്രണയിച്ച വ്യക്തിയായിരുന്നു. ദീപു, ലിസൺ ടു മീ. എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം പോലും നീ എനിക്ക് തന്നില്ല. കോടതിയായിപ്പോയി. എക്സ്പ്ലനേഷൻ. എൻ്റെ പപ്പേനും അമ്മേനും എൻ്റെ കൺമുന്നിൽ വെച്ച് കൊന്നതിന് എനിക്കൊരു എക്സ്പ്ലനേഷനും കേൾക്കണ്ട. എന്നെ നീ സ്നേഹിച്ചിരുന്നില്ല.
നിന്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നില്ല. നിനക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രം നീ എന്നെ ഉപയോഗിച്ചു.